നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെന്നും പറയുന്ന പോലെ തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് ചൂട്, പുറത്ത് ചൂട്, ചൂടോട് ചൂടാണ്. എന്തായാലും ഈ ചൂടിനെയൊക്കെ അവഗണിച്ച് നമുക്കറിയാം, പാലക്കാട് പോയിട്ടുണ്ടോ? ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. പാലക്കാട് ഞാനും കുറച്ചാലും ജീവിച്ചിട്ടുണ്ട്. ഈ ചൂടെന്ന് പറഞ്ഞാൽ സമ്മതിക്കേണ്ട ചൂടാണ് അവിടെ. അവിടെ ഇന്നും കണ്ട 39°C കണ്ടായിരുന്നെന്ന് കേട്ടു പാലക്കാട്. പക്ഷേ എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് റോഡ് ഷോ നടത്തി അവിടെ പാലക്കാട് വന്നിട്ട്. അതൊരു ഗംഭീര റോഡ് ഷോ ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞില്ല, പ്രധാനമന്ത്രി കേരളം 5ാം തവണയും കണ്ടാണെന്നാണല്ലേ എത്തുന്നത്. മാത്രമല്ല ഈ ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം നിരന്തരമായി സന്ദർശിക്കുന്നത് അതൊരു നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഏത് പാർട്ടിയാണെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്നു അങ്ങനെ ഇത്തരം തുടർച്ചയായിട്ടൊന്നും ആരും വരാറൊന്നുമില്ല. അപ്പോൾ എന്തോ അവർ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു A+ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. പത്തനംതിട്ട വന്നു, പാലക്കാട് വന്നു, അതിന് മുമ്പ് 2 തവണ വന്നു. ഇനിയിപ്പോൾ മറ്റുള്ള തിരുവനന്തപുരമൊക്കെ പോലെയുള്ള തലസ്ഥാനമൊക്കെ അല്ലേ, പ്രധാനപ്പെട്ട ആറ്റിങ്ങലൊക്കെ വരുമായിരിക്കാം. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം BJP സംബന്ധിച്ച് അല്ലെങ്കിൽ NDA സംബന്ധിച്ച് ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പക്ഷെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ദക്ഷിണേന്ത്യ പിടിക്കുക. അതാണ് ഇത് ചേട്ടൻ പറയുന്നത്. കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ മോദിയാണ് കാണുന്നത്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ സാധാരണക്കാരും കൂടെ മുഖ്യമന്ത്രി കാണാൻ പറ്റും. പത്രങ്ങളിലൂടെ കാണാൻ പറ്റുന്നില്ല, ഇപ്പം വാർത്തകളിലൂടെ ഒരു പത്രസമ്മേളനവും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം പോകുന്നു, അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ച് കാറിൽ പോലും സന്നാകൊണ്ട് സുരക്ഷാ സന്നയുടെ വലയത്തിൽ കൊണ്ടുപോകുന്നു. അതൊക്കെ വെച്ചപ്പോൾ മോദിയോടെ പബ്ലിക്കായിട്ട് റോഡിലൂടെ നടക്കുന്നു, മറ്റേ ഇവിടെ ആൾക്കാരെ പബ്ലിക്കായിട്ട് കാണുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇടത് ക്യാമ്പ് അങ്ങനെ ഒരു സജീവമായിട്ടില്ല. എന്നാൽ പോലും വരും ദിവസങ്ങളിൽ കാണും. ഞങ്ങൾ രാവിലെ ഇവിടെ എല്ലാവരും കൂടെ അവിടെ രാവിലെ ന്യൂസ് കഴിക്കുമ്പോൾ സംസാരിക്കുകയായിരുന്നു. അത് പിന്നെ ശരത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഇടതുപക്ഷ ക്യാമ്പ് സജീവമായി കാണുന്നില്ല. പണ്ട് അങ്ങനെയല്ലല്ലോ, പ്രഖ്യാപിക്കാത്ത താമസം അങ്ങ് വരെയാണ് എല്ലായിടത്തേക്കും ഒഴുകി എത്തുകയാണ്. അവർ വന്നിരുന്നു, അവർ ഓരോന്നും ചെയ്യുന്നു. എന്തോ ഇവിടെ തിരുവനന്തപുരത്തൊന്നും അതിൻ്റെ ഒരു വലിയ അതൊന്നും കാണുന്നില്ല. മാത്രമല്ല എനിക്ക് ഒരു ഇത് തോന്നുന്നത്, അവരുടെ സത്യം പറഞ്ഞാൽ അവരുടെ PR ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ കറക്റ്റായിട്ട് കൊള്ളേണ്ട രീതിയിൽ കൊള്ളിക്കും അവർ. എനിക്ക് ഇതെന്തോ ഒരു സ്ട്രാറ്റജി പോലെയാണ്. അവർ അവസാന സമയം കൊണ്ട് ഒരു അവസാന ലാപ്പിൽ ഓടി കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു തന്ത്രം അങ്ങോട്ട് ആയിരിക്കും. കാരണം ഇവിടെ ഇപ്പൊ ആദ്യം മുതലേ ഇപ്പൊ സജീവമായിട്ട് ഇപ്പൊ ശശി ഒരു UDF ക്യാമ്പും വലിയ രീതിയിലൊരു സജീവമായിട്ടില്ല. BJP ക്യാമ്പാണ് തിരുവനന്തപുരത്ത്. നമുക്ക് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ രീതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് BJP ക്യാമ്പ് കുറച്ചുകൂടെ ഉണർന്നിട്ടുണ്ട്. അവര് ഗ്രൗണ്ടിലൂടെ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് അവിടെ. കാരണം ഇവിടെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുന്നു, മറ്റേ വലിയ വലിയ പ്ലക്കാർഡുകൾ കാണുന്നു, അതും ഞെട്ടുന്ന രീതിയിലുള്ളതാണ്. എല്ലാം പടുകൂറ്റൻ പ്ലക്കാർഡുകൾ കാണുന്നു. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയപ്പോൾ ഇപ്പൊ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ്, ആൾക്കാരെ കയ്യിൽ ടെക്നോളജി രാജീവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതി, നല്ല മലയാളത്തിൽ നമ്മളൊരു വാർത്താ മേഖലയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ്, അവരുടെ രീതി എങ്ങനെ, പ്രചരണ തന്ത്രം എങ്ങനെയാണെന്ന് നമ്മൾ വിശകലനം ചെയ്യും. അത് വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രൻ ഇവിടെ ഇപ്പം വല്ലാതെ മുന്നിലാണ്. പണ്ട് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒന്ന് DK ബറുവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ മുദ്രാവാക്യമാണ് ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ. അത് അവസാനം അത് കൗണ്ടറായെന്നുള്ളതാണ്. അത് തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ഇപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും അവരുടെ പോസ്റ്ററുകളിലാണെങ്കിലും അവരുടെ വീഡിയോസിലാണെങ്കിലും എല്ലാത്തിലും ആ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനമാണ്. ആ ഭാഷ അതെല്ലാം പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ചതുരവടിയിലാണ്, അച്ഛൻ്റെ ഭാഷയിലേക്കാണ് പലപ്പോഴും ഇതൊക്കെ സന്ദേശം വരാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് പ്ലെയിനായിട്ട് നേരെ ആ വിഷയത്തിലേക്ക് കടന്നില്ലെന്നൊരവസ്ഥയാണുള്ളത്. അതുപോലെ ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൗരത്വ ഭേദഗതി ബില്ല് സ്റ്റേ ചെയ്യണമെന്നുള്ള ആ നിയമം സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി തൽക്കാലം അംഗീകരിച്ചിട്ടില്ല, മാറ്റിവെച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിന് മറുപടി പറയാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഇവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്ത് ഇതിപ്പം എന്തിൽ തൊട്ടാലും എല്ലായിടും ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ രാഷ്ട്രീയമാണ്. സത്യത്തിൽ നമ്മളെ ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പുകളെന്ന് എപ്പോഴും പറയാറുണ്ട് നമ്മൾ പൊതുവെ. അത് ഉത്സവം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് കാലത്തെ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഭയങ്കര ഒരുപക്ഷെ ടെക്നോളജി ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇതാകാം. സാങ്കേതിക AI ആണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയ അതിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കപ്പെടുന്നു. ഒരുപക്ഷെ നാളെ അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചിലപ്പോൾ കലാശിക്കുകയും ചെയ്യും. കാരണം അവർ ഒരു വിഭാഗത്തിനെ ഏൽപ്പിക്കുമ്പോൾ അവർക്കത് അറിഞ്ഞുകൂടെങ്കിലും പിന്നെ ഇവർക്ക് ഇതിൻ്റെ സാങ്കേതിക വശം അറിഞ്ഞുകൂടെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ ടെക്നോളജിയുടെ വളർച്ചയോടെ തന്നെ പല രീതിയിലും മാറ്റങ്ങളുണ്ടായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അതിൻ്റെ PR ടീം നമ്മളതിനെ എല്ലാവരും എതിർത്ത് പറയണമെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. കാരണം ഇപ്പോൾ പണ്ടത്തെ അതിൻ്റെ അത്ര നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു മതിലിനെ വെള്ളയടിക്കുക, അവിടെയാണ് അവരെ പ്രചരണം തുടങ്ങുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പല രീതിയിലും നമുക്ക് പ്രചരണം എത്തിക്കാൻ പറ്റും. കാരണം യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി ഇപ്പോൾ റീൽസ് പോലുള്ള സംഭവങ്ങളുണ്ട്.
അതുപോലെ തന്നെ ഇപ്പം ബുക്കിന്റെ സിനിമ സ്റ്റൈലിന്റെ ക്യാപ്ഷനുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുക്കിന്റെ ഇപ്പം ഇപ്പൊ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു റാം കെയർ ഓഫ് ആനന്ദി തുടങ്ങിയ ബുക്കൊക്കെ മറ്റേ സിനിമയുടെ പേര് പ്രേമലു, എനിക്ക് പ്രേമേന്ദ്രന്റെ പോസ്റ്റർ പ്രേമലു, അങ്ങനത്തെ രീതിയാണ് ആൾക്കാരൊക്കെ കയ്യിലെടുക്കേണ്ട ഒരു രീതി. ജോയ് അണ്ണൻ, ജോയ് അണ്ണൻ, അങ്ങനെ പല രീതിയിലുള്ള ഇതാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്കാരെ ഇപ്പം ഈ ഇലക്ഷൻ വരുമ്പോൾ തന്നെ അതിനകത്ത് ഇപ്പം പഴയ പോലെ അത്രയും വലിയ മെനക്കെടേണ്ടി വരില്ല. ഷോർട്ട് കട്ടുകളുണ്ട്, ടെക്നോളജി. നമ്മൾ പറയാറുണ്ട് പൊതുവെ എന്ത് ഗ്രാമ്യ ഭാഷ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ സാധാരണക്കാർ വയ്ക്കുന്ന ഭാഷ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അക്കാര്യം ലൂസ് ടോക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാൻ കഴിയുകയില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമ്യ ഭാഷയുടെ വക്താവ് മണിയാശാന്റെ അടുത്ത പ്രയോഗം ഇറങ്ങിയിട്ടുണ്ട്. ഇത് സത്യം ഭയങ്കര കഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം അത് മോശമാണ്, ഒരിക്കലും നമ്മൾ പറയാൻ കൊള്ളില്ല. വളരെ മോശമാണ്. ആളുകളെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് വളരെ മോശമായ രീതിയിൽ. സത്യം പറഞ്ഞാൽ ഇതൊരു സ്ത്രീക്ക് നേരെയാണ് ഈ പരാമർശം നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതുണ്ടല്ലോ ഒരു വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ എങ്ങാണ്ട് കുറിച്ച് പറഞ്ഞു, അതും ഭാഷ കൂടെ പറയുന്നില്ല. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇദ്ദേഹം ആദ്യമല്ല ഇത് പറയുന്നത്. അതിന് ആരും അനുമതി കൊടുത്താലും നമുക്ക് സ്പെഷ്യൽ പറയുന്നില്ല. ഇവർ ഈ പറയുന്നത് എല്ലാം എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുന്നത് ഈ ഒരു തനത് നാട്ടുകാരന്റെ ഗ്രാമഭാഷ. അതെ, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മൂത്തോക്കി ഇതുവരെ പറഞ്ഞു എങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട. കാരണം അദ്ദേഹം ഒരു ജനകീയ നേതാവാണ്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ആളാണ്, ഇത്രയും ആൾക്കാരെ എന്താ പറയുക സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പം കുറച്ചുകൂടി നമുക്ക് പ്രയോഗങ്ങളൊക്കെ മനസ്സിലാവും, പ്രായവും മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ മൈക്ക് കൈ കിട്ടുമ്പോൾ നമ്മൾ വാഴ തോന്നി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് വരും. ഒരു നല്ലാരും പറഞ്ഞാൽ വരുന്നതിനേക്കാളും ശക്തമായ തോതിൽ ഈ മോശമായ ഭാഷ ഉപയോഗിച്ചാൽ വരും. മാത്രമല്ല ഇതേ എപ്പോഴും പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് അല്ല മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം അധിക്ഷേപിച്ച് പറഞ്ഞാൽ അത് നമ്മളെ ഈ ഒരു പ്രയോഗമൊക്കെ തന്നെ വലിയ രീതിയിലൊക്കെ ചർച്ചയാവും. കാരണം എല്ലാവരും അവഹേളിക്കും. അവിടുത്തെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് അദ്ദേഹം പിന്നെ ഒരു MP എന്നുള്ള നില ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അക്കാര്യം പറയുക, അത് അക്കമിട്ട് നേരത്തെ പിന്നെ നമ്മുടെ ഇവിടുത്തെ MP ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക. അതിന് പകരം അയാൾ വ്യക്തിപരമായ അതുതരം ലൈംഗിക അധിക്ഷേപം വരെ നടത്തിയിരിക്കുകയാണ്. അതൊക്കെ വളരെ മോശമാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഇതിനൊക്കെ ഈ ബോഡി ഷെയ്മിങ്ങിനും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കുമല്ല സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെല്ലാം എതിരെ നിൽക്കുകയാണ് എന്ന് പരസ്യം പ്രഖ്യാപിക്കാറുള്ളവരാണ്. പക്ഷെ അവർ ആ ഐഡന്റിറ്റി നിന്നിട്ടാണ്, ആ ഒരു മറ പിടിച്ചാണ് അവരില്ല ഈ ശരങ്ങളൊക്കെ വിടുന്നത് ഇവര്. കാരണം അവിടെ നിന്നിട്ട് ആരൊക്കെ വേണമെങ്കിലും ഇപ്പം വനിതാ നേതാക്കളെ പീഡിപ്പിക്കാം, അങ്ങനെ ചെയ്താൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭാഷകൾ പ്രയോഗിക്കാം. അതൊന്നും കുഴപ്പമില്ല. എതിരെ നിൽക്കുന്നവരാണെങ്കിൽ ചോദ്യം ചെയ്യും. ഇവിടെ അവർക്ക് വേണ്ടി അവരുടെ പാർട്ടി സംസാരിക്കുന്നുണ്ട്, പാർട്ടി കോടതിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ നിയന്ത്രിക്കും, അവർ ഇത് ചെയ്യും. ഇവരെയൊക്കെ പിടിച്ചു കെട്ടേണ്ട ഒരു കാര്യം ഇവരുടെ തലമുത്ത നേതാക്കളൊക്കെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. അല്ല, അത് കാലം മാറിയിരിക്കുന്നു. അത് അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഭാഷയൊക്കെ വിളിച്ച് പറയണം. പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില ആളുണ്ടായിരുന്നു കേട്ടോ. പണ്ട് രാഷ്ട്രീയ പ്രാസംഗികന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്ഥലം പരിപാടി ഇതുപോലെ മയക്ക് വെച്ചിട്ട് ചീത്ത വിളിക്കുക, വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ അവരെ അച്ഛനമ്മമാരെ അപ്പനെ കുറിച്ച് വരെ വളരെ മോശമായ പരാമർശം നടത്തുക. ഇതൊക്കെ സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നിരത്തുക. അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ അത് അത്ര എളുപ്പമല്ല. അതൊക്കെ പിടി വീണാൽ അകത്താവും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഇവരൊക്കെ പൊതുയോഗങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുക, അത് പൊതുയോഗത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതല്ലാതെ പാർട്ടി കമ്മിറ്റിയിൽ എന്ത് തുടങ്ങുമെന്ന് പറയാം, ആരും അറിയില്ല. പക്ഷേ ഇവിടെ പിന്നെ മണി അദ്ദേഹം ഇപ്പം MLA ആണ്, മുൻ മന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്, CPIന്റെ വടക്കര ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. യുവതലമുറയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരാൾ. മണി ആശാൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആശാൻ അടവ് പിഴച്ചു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പലപ്പോഴും പറയാനുള്ളത്, നാവ് പിഴയ്ക്കുന്ന രീതി. അല്ല, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ അതിക്രമങ്ങളും SFIയുടെ ഈ ക്രൂരതകളും കാണുമ്പോൾ നമ്മൾ പറയാറില്ല ഇവരെയൊക്കെ ആരാണ് പഠിപ്പിച്ചു വിടുന്നതെന്ന്. ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ വളരുന്നവർക്ക് പിന്നെ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. യഥാ ഗുരു തഥാ ശിഷ്യ എന്ന് പറയുമ്പോൾ പോലെയാണ് ഈ പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കാം. അത് വേറൊരാൾ ഇടയ്ക്ക് മറ്റേ പോലീസുകാരനെ വിളിക്കുന്നുണ്ടല്ലോ, നീ കക്കൂസയുടെ ഇടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഇതൊരു അംഗീകൃത ഭാഷാ ശൈലിയായി മാറിക്കഴിഞ്ഞില്ല. ശൈലി വല്ലഭന്മാരാണ്. അല്ല, ഇവര് വിചാരി ഇങ്ങനെ പറഞ്ഞാൽ പച്ച മനുഷ്യനായി അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ ജനകീയനായി നിൽക്കും, അങ്ങനെയൊന്നും അല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കേണ്ട ഒരു മാന്യത അത് കൈവരിക്കുന്നതിന്. അല്ലെങ്കിൽ അതിനകത്തൊന്നും ഇതിനൊന്നും പോകരുത്. അല്ലെങ്കിൽ വല്ല ഇപ്പം നേരത്തെ പറയുന്ന VD സതീശൻ പറഞ്ഞ പോലെ മദ്യപിച്ച് ആർക്കും വീട്ടിൽ പോയി പറയാനുള്ള തെറി പറയുന്ന ഒരാളായിട്ട് മാറും. ശരിയാണ്. പണ്ടൊക്കെ മാടമ്പിമാർ അവർ കാര്യങ്ങൾ ചീത്ത വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ചട്ടമ്പേരെ പറഞ്ഞേക്കും, നാമം ചെന്ന ഇയാളെ വീടിൻ്റെ മുന്നേ ചെന്ന് ചീത്ത വിളിക്കും. ആ ഒരവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. ഇതിനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസിന് ഇവിടെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹം ചെയ്തത്, കാരണം അദ്ദേഹത്തിനും വേണമെങ്കിൽ തിരിച്ചതുപോലെ അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ വീരത്വം കാണിക്കുക അല്ലെ ആണത്വം കാണിക്കുക എന്നൊക്കെ പറയാറുണ്ട് പണ്ട്. ഇപ്പം വീരത്വം കാണിക്കാൻ, ശൂരത്വം കാണിക്കാനൊക്കെ വേണ്ടി
ഭയങ്കര പറഞ്ഞിട്ട് ബഹളം വെച്ച ആളും ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പം എന്താണ് ഇവിടെയൊക്കെ വേണ്ടത് പക്വത കാണിക്കുകയാണ്. അതാണ് വേണ്ടത്, പക്വമായിട്ട് ഇടപെടുക. അതാണ് ഏറ്റവും വലിയ നല്ലത്. രാഷ്ട്രീയക്കാർ പ്രത്യേകം പഠിക്കേണ്ടത് ആ ഒരു കാര്യം. തീർച്ചയായും നമ്മുടെ ഡീനെ സംബന്ധിച്ച് ഡീൻ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു ടൈം MP ആയിരുന്നാലും വളരെ സമാധാനത്തോടെ ജീവിതത്തിൽ എപ്പോഴും വളരെ സ്വാധീനമായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു. ഇത് തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ പോലെ ഭാഷ ആ ശൈലി അല്ല എൻ്റെത്, ഇത് ശരിയല്ല, ഇത് നമ്മൾ ഇത് നല്ലതായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതൊരിക്കലും അതേ ഭാഷയെ തിരിച്ചു പറയുക എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമാണ്. അത് അല്ല, അദ്ദേഹം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം, ആ രീതി വെച്ച് പറയാം. അദ്ദേഹം പെർഫോമൻസ് മോശമാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എടുത്തു കാട്ടി ഇന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഇതിപ്പം ഇടത് നേതാക്കളുടെ പൊതുവെയുള്ള ശൈലിയാണ്. കാരണം അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അവരില്ലാത്ത ഒരു സാധനങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മറ്റേ ആശുപത്രിയിൽ സൗകര്യം ഇല്ലെന്ന് പറയുമ്പോൾ പൊതിച്ചോറ് കൊടുത്തെന്ന് പറയുന്ന പോലെയാണ്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത, കാരണം രാഷ്ട്രീയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ നേരിടുന്നത്, ആശയത്തിനോട് നേരിടുന്നില്ല. ഈ പറഞ്ഞ് അവരെ എങ്ങനെയൊക്കെ എതിരാളികളെ മാനസികമായിട്ട് എങ്ങനെയൊക്കെ തരം താഴ്ത്ത അതാണ് അവർ നോക്കുന്നത്. ഈ പൊതിച്ചോറ് നമ്മുടെ ആശുപത്രിയിൽ നെഞ്ചുവേനയ്ക്ക് എന്നാൽ പോലും മരുന്നില്ല, ഗുളികയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്തെ അവിടെ ദാരിദ്ര്യം കാരണം ആളൊന്ന് വേളം വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ ബ്രെഡാണല്ലോ, US ബ്രെഡ്, ഞങ്ങൾക്ക് ബ്രെഡ് തരുമെന്ന് വിളിച്ചപ്പം അവിടെ ഫ്രഞ്ച് രാജ്ഞി ചോദിച്ചില്ല എന്താ മീറ്റ് കേക്ക്സ് എന്ന് പറഞ്ഞു. ഇവന്മാർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞോളൂ, എന്തിനാണ് ഈ ഇവന്മാർക്ക് ഈ ബ്രെഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാലത്തെ അവസ്ഥയാണ്. നെഞ്ചുവേന അപ്പോൾ ആര് ചോദിക്കും, നെഞ്ചുവേനയും കൊണ്ട് ചെന്നാൽ അതിന് പകരം പൊതിച്ചോറെടുത്ത് തന്നാൽ മതിയാവുന്നു. ആശുപത്രിയുടെ പ്രാഥമികമായ കാര്യം എന്ന് പറഞ്ഞാൽ ചികിത്സയാണ്. ഇവർ പൊതിച്ചോറ് കൊടുക്കണം വളരെ നല്ല കാര്യമാണ്, നമ്മൾ ഒരിക്കലും അതിന് മോശമായി കാണുന്നില്ല. പക്ഷെ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് വരുന്നില്ല എന്ന് പറയുന്നത് അതൊരു സുഖമുള്ള പരിപാടി. മാത്രമല്ല അതിൽ ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുമ്പോൾ അവർ ചെയ്തൊരു, നമുക്കറിയാം DYFIക്കാർ ചെയ്യുന്നെങ്കിൽ പോലും ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചത്. പ്രതിപക്ഷം പോലും അംഗീകരിച്ചൊരു കാര്യമാണ്. അതിനെയാണ് അവരിങ്ങനെ പറഞ്ഞ് അത് തന്നെ അവരുള്ള വിലയും കൂടെ തിരിഞ്ഞു കൊത്തിയൊരു അവസ്ഥയായി പോയത്. പറഞ്ഞ് അവരോടൊരു വില തന്നെ കളഞ്ഞു. കാരണം അത് എനിക്കൊന്ന് പാർട്ടിയിലുള്ളവർ പോലും ഇപ്പം ഇവരെ ഓർത്ത് വില ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനത്തെ കുറച്ച് പേര് കാരണമാണ് നമുക്ക് അതിനകത്ത് കൃത്യമായി ഇടപെടുന്ന കുറച്ച് ആൾക്കാരെ കൂടെ അത് തിരിച്ചടിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഇനി ഒരു എനിക്ക് തോന്നുന്നു ഇനി ഇലക്ഷൻ കാലം ആകുമ്പോൾ കുറച്ച് ആൾക്കാരെ എടുത്ത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നതിന് തുല്യം ഏതെങ്കിലും മുറിയിട്ട് പൂട്ടിയിട്ടില്ലെങ്കിൽ രക്ഷയില്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അല്ല, നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം സാർ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ തൊഴിലിൻ്റെ ഭാഗം നമ്മൾ പല പാർട്ടി ഓഫീസുകളിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടേക്ക് പഴയ ചിത്രങ്ങൾ കണ്ടു നോക്കുക. P. കൃഷ്ണപിള്ളയാണെങ്കിലും അതല്ലെങ്കിൽ EMS അവരുടെ അവരൊക്കെ ചിത്രങ്ങളിൽ ചിരിക്കുന്നതാണ് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുന്ന പടങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പം ഈ ചിരി കുറവാണ്. ചിരിച്ചാൽ ശരിയാവില്ല എന്നുള്ളത് ഞാൻ ഈ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ചിരിച്ചാൽ ഒരു ഗുമ്മില്ല, ഒരു വെയിറ്റ് ഇല്ല, ചിരിക്കണവന് വെയിറ്റ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് ചെയ്യണമെന്നാണ്. അല്ല, വിരട്ടനും വിലവേഷനൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരു ഉത്ഭവ സ്ഥാനം ഉണ്ടല്ലോ, അവിടെ നിന്ന് വന്നല്ല എല്ലാവർക്കും അതുപോലെ വരുള്ളൂ. അപ്പം ആൾക്കാർ എല്ലാവരും തന്നെ പ്രശ്നം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടിയേരി വളരെ ഭേദമായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കോടിയേരി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം വേളം മിക്ക ശേഷം ഇവിടെ ഒന്ന് ചെയ്യാം. പണ്ട് നമ്മൾ തമ്മിൽ ചെയ്യുമായിരുന്നപ്പോൾ ഞാനും ഗോപീഷനും 24 ഗോപീഷനും RSMലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അന്ന് 2 വിഷയം ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു ഷൂട്ട് മെല്ലാൻ സ്റ്റുഡിയോയിലാണ്, കഴിഞ്ഞ മിനിറ്റുകൾ മതി, അപ്പോഴേക്കും ഇവർ എത്തിക്കഴിഞ്ഞു. അപ്പം കൂടെ അദ്ദേഹത്തിനോട് അന്നത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവും ഒരു നേതാവിൻ്റെ കൂടെ ഒന്ന് സഹായി ഒരു പ്രവാസി ഒരു പണക്കാരൻ്റെ ലക്ഷണമുള്ള ഒരാളിൻ്റെ ഇവിടെ വന്നത്. അപ്പം അവിടെ വന്നിരുന്നു, കൊടിയേരി വന്നു കഴിഞ്ഞു. അപ്പം ഒരു 5 മിനിറ്റ് ഇരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കൂടെ വന്ന ഈ നേതാവിൻ്റെ കൂടെ വന്ന ആൾ ഇദ്ദേഹത്തിനെ പതുക്കെ സ്പിരിറ്റ് ആയിട്ടാൻ തുടങ്ങി. ശരിയല്ലേ, നിങ്ങളെപ്പോലുള്ള വലിയ ആളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്യണം, ശരിയാണെന്നൊക്കെ ചോദിച്ച് ഇയാൾ പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നേതാവിന് തോന്നി ശരിയാണല്ലോ. അപ്പോൾ അവിടെ ഷൂട്ടിന് മിനിറ്റുകളേ ഉള്ളൂ, എൻ്റെ ആണെന്നൊക്കെ അറിയാം. പക്ഷേ അപ്പോഴത്തേക്കും അപ്പോൾ ഈ കോൺഗ്രസ് നേതാവിന് അസ്വസ്ഥനായി. പുള്ളി പറഞ്ഞു എന്താണ് നിങ്ങൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് നിർത്തുന്നതൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കോടിയേരി അവിടെ ഇരിക്കുക. കോടിയേരി വളരെ സൗമ്യമായി ആ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അതിന് പേര് വിളിച്ചിട്ട് പറഞ്ഞു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇതൊരു ടെക്നിക്കൽ കാര്യം കൂടെ ആണല്ലോ, നമുക്ക് തന്നെ അറിയില്ല. കാര്യം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വൈകും. പിന്നെ ഈ കുട്ടികൾ പറഞ്ഞത് ഇപ്പം തീരുമെന്നാണല്ലോ, അതാണെങ്കിൽ അവരെന്ന് വന്ന് ചോദിച്ചിട്ട് കേട്ടെ, ആണെങ്കിൽ നമ്മളാരോ അടിച്ചെന്ന് കഴിഞ്ഞു ഇനി അവരൊക്കെ ഇറങ്ങുക, ഇവരങ്ങോട്ടൊരു ചർച്ചയുള്ളൂ. തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പം അന്ന് പറഞ്ഞപ്പോൾ കൊടിയേരി ഒറ്റ ചിരി ചോദിച്ച്, ഇത്രയേ ഉള്ളൂ, നമുക്ക് കയറാം വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. സത്യത്തിൽ കൊടിയേറ്റ് നമ്മൾ അന്നാണ് ശരിക്കും അടുത്തന്ന് ഇടപെടുന്നത്. അപ്പം നമ്മളും കരുതിയിരിക്കുന്നത് പലപ്പോഴും CPM നേതാക്കൾ പലരും അങ്ങനെ അല്ല നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സൗമ്യമായ ആ പ്രശ്നം പരിഹരിക്കും. മറ്റേ നേതാവിന് കുഴപ്പമൊന്നുമില്ല. ഈ മറ്റേ ആൾ എന്നെ ഒന്നും മിണ്ടാതെ ഈ കൂടെ വന്ന ഈ സഹായി പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം കൊടിയേരി പോലെ ഒരാൾ പറയും അയാൾക്കിന്നെ ഒന്നും പറയാൻ എല്ലാ മേഖലയിലും അങ്ങനെയല്ല. മൂർത്തിയേക്കാൾ വലിയ ശാന്തിയുള്ള അങ്ങനെയാണല്ലോ എല്ലായിടത്തും. ഇപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെയല്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് കാട്ടി ജാടയായിരിക്കും മുഖ്യമന്ത്രിയുടെ ചിലപ്പോൾ ഡ്രൈവർ, അല്ലെങ്കിൽ പോലീസിന്റെ DGP-യേക്കാളതായിരിക്കും അദ്ദേഹത്തിന്റെ ഡ്രൈവറിലേക്ക്. നമുക്ക് ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ അവര് കുറച്ചുകൂടെ മെച്ചുകൂടായിട്ട് പെരുമാറും. അമ്പലത്തിനേക്കാളും വലിയ എന്തോന്നോ മൂർത്തിയേക്കാൾ വലിയ അല്ല ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിലെ
സാധാരണക്കാരൻ്റെ പ്രസ്ഥാനമെന്ന് എന്നും പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കരുത്. കാരണം മറ്റുള്ള പാർട്ടികൾ BJPയിലോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലോ ഒന്നും ഈ രീതിയിൽ ഈ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളായിട്ട് തോന്നുന്നില്ല. പല രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവരും ചാനൽ ചർച്ചയിലൊക്കെ ഒന്ന് ഭയങ്കര ബഹളം വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സഭ്യമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണത്. അതൊരിക്കലും ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല. അത് പഴയ സ്കൂളാണ് ഇതിനെപ്പോ. അങ്ങനെ പഴയ സ്കൂളായിട്ട് പറയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഇതിനകത്ത് തന്നെ എന്ത് പറയാനാണ്, ഇത്രയും വർഷത്തെ ഒരു ജീവിതാനുഭവം ഉണ്ട്. അത് അറിയാം തെറ്റത് ശരി, അദ്ദേഹത്തിന് തന്നെ അറിയാം അത് തെറ്റാണെന്ന്, പറയുന്നത് മോശമാണെന്ന് ആ പറയുമ്പോൾ പോലും അറിയാം. എന്നിട്ട് എന്തിനാണ് അത് പ്രയോഗിക്കുന്നത്? ചിലപ്പോൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ അങ്ങനെ പറഞ്ഞു പോയി. എന്നാൽ ഈ പാർട്ടിയിൽ തന്നെ അതിന്റെ ഒരു പാർട്ടിയുടെ ഭാഗമാണ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഒരു സമുന്നതമായ ഒരു പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ്. അപ്പം ആ പാർട്ടിയിലെ തലമുതിർന്നവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ വിലക്കിക്കൂടെ? എത്രയും കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനിയത് ഇപ്പോഴും ഇതിനെ കുറിച്ച് ഒരു എന്താ പറയാനാണ് ഒരു ഇത് വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ നാളെ വീണ്ടും ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ വാർത്താക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും, നീ പോടാ നിന്റെ എങ്ങനെ പോയി ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബാക്കി കൂടെ ഉള്ളവർക്കും ഇത് പ്രോത്സാഹനമാണ്. നമ്മുടെ ആശാൻ പറയുമ്പോൾ ആരൊന്നും പറയുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് കൂടെ പറഞ്ഞു നോക്കാമെന്ന് വിചാരിക്കും. പിന്നെ ചോദിക്കുന്നിടത്തൊക്കെ ഈ ഭാഷയിൽ സംസാരിക്കുക. നമ്മളിൻ്റെ ഇതിൻ്റെയൊക്കെ ചില നമ്മൾ ചാനൽ ചർച്ചകളൊക്കെ കണ്ട് എടാ വാടാ പോടാന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ ചിലയിടത്തൊക്കെ പോകുന്നുണ്ട്. ചീത്ത വിളിക്കുക, സഭ്യമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താനെന്ന് നീ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വ്യക്തിവരെ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിലക്കണം. ആദ്യം ഈ ബഹുമാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കാനുള്ളതാണ് ബഹുമാന സ്നേഹമൊക്കെ. അതല്ലാതെ എല്ലാവരും വിരട്ടിയിട്ട് പിന്നെ ആളുടെ എല്ലാം കൂടെ നമ്മളെ കാര്യം സ്നേഹിക്കുന്നത് ബഹുമാനിക്കും തെറ്റിദ്ധരിക്കുന്ന ശുദ്ധ അബദ്ധമാണ്. വിരട്ടുന്നതിന്റെ കാര്യത്തിൽ മണിയാശ അത്രയും മോശമല്ലെന്ന് അറിയില്ല, നമ്പർ ഇട്ട് 1 2 3 4 അത് കേസായില്ലേ അവസാനം. അത് അദ്ദേഹം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര CPM ഭയങ്കര ഡാമേജ് ആയില്ലേ അത് അന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പാർട്ടി ഇത് കൂടുതൽ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ വിലക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. എം എം മണി നമുക്കറിയാം, അദ്ദേഹം വളരെ ജനകീയ നേതാവ് തന്നെ, ഇടുക്കിയിൽ വളരെ പ്രധാനിയാണ്. തീർച്ചയായും അത് എം എം മണിയുടെ നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ അംഗീകരിക്കാൻ. അദ്ദേഹം നല്ല മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് വൈദ്യുതി മന്ത്രി എന്നുള്ള വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുവരുന്ന ഒരാളാണ്. പിന്നെ അന്ന് വെള്ളപ്പൊക്കം വന്നാൽ മാത്രമാണ് വെള്ളി വെട്ടത്. പക്ഷേ അങ്ങനെയുള്ള ഈ ആളുകൾ ഇങ്ങനെയൊന്നും ഇപ്പോൾ സംസാരിക്കാനേ പാടില്ല ഒരിക്കലും. അത് നമ്മൾ പക്വതയോടെ സംസാരിക്കണം. ഞാൻ മുമ്പൊരിക്കൽ ബ്ലൂ സ്റ്റോക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് PKV ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുക. അത് ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക. കാരണം PKV പണ്ട് ഇൻ്റർവ്യൂ പോയപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിച്ച ആ കഥ പറയായിരുന്നു. അത് ഇത് ത്രികോണ മത്സരം പോലെ ദ്വയാംഗ മണ്ഡലമൊക്കെയാണ്. അപ്പോൾ ആരൊക്കെ എതിർ സ്ഥാനത്തിൽ പലരുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന ഒരാൾ ഈ ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമുള്ള ആളായിരുന്നില്ല എന്നാണ്. ആൾ കുഴപ്പക്കാരനായിരുന്നു എന്നുള്ള അത് പറയാതെ അത്ര മാന്യ ഭാഷ പറഞ്ഞു, ജനാധിപത്യപരമായ കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു എന്ന് PKV പറഞ്ഞു. അപ്പോൾ നമുക്കത് അതിന് വേണമെങ്കിൽ ഇവർ പറഞ്ഞ ഭാഷയിലായിരുന്നെങ്കിൽ വളരെ മോശം ഭാഷ ഉപയോഗിക്കുമായിരുന്നു, അങ്ങനത്തെ ഒരുത്തനായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അവരൊന്നും അങ്ങനെ പറയില്ല. അതൊരു അവരുടെ ഒരു ആ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ശ്രദ്ധിച്ചില്ല, അവരാരും അങ്ങനെ സംസാരിക്കില്ല. ഇപ്പോൾ K കരുണാകരനൊക്കെ തന്നെ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പിന്നെ K കരുണാകരൻ വളരെ കർക്കശക്കാരനാണെന്നൊക്കെ എല്ലാവരും പറയുമ്പോഴും അദ്ദേഹം അങ്ങനെ ഈ ഭാഷയിൽ ഒരിക്കലും സംസാരിക്കില്ല, മര്യാദയ്ക്ക് സംസാരിക്കുള്ളൂ. അല്ല, ഇവരെ കണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഒരു യുവതലമുറ വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ നമ്പർ ഇട്ട് നിർത്തുക, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തെറി വിളിച്ചാൽ മാസ് ഫിഗർ ആവുക, ഇതിലൂടെ പോയാൽ മാത്രമേ അത് തന്നെയാണ് ഇപ്പം ആ ഒരു ശൈലി തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ യുവജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവജന സംഘടനകൾ എന്താണ് ഇപ്പൊ DYFI ആയാലും SFI ആയാലും നടത്തുന്നത് എന്താണ്? ഇവര് പൊതിച്ചോറ് എന്ന് പറയുന്ന നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും മറുവശത്ത് കുറെ കുറ്റങ്ങളും കുറവുകളും. കാരണം ഇവരല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിന്നിങ്ങനെ വരും. അല്ലെങ്കിൽ ഇവിടെ ക്രൂരതകൾ വീണ്ടും തുടർക്കതായിക്കൊണ്ടിരിക്കുന്നു. ഒരു അധ്യാപകന്റെ മരണം, അതുവരെ മരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നമുക്ക് ഒരു സ്റ്റുഡൻസ് യൂണിയനിൽ നിന്ന് വരുന്ന ഒരിക്കലും കേൾക്കേണ്ട ഒരു വാർത്തകളല്ല, ക്യാമ്പസുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളല്ല ഇത്. ഇവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇവരെ പേരെത്തുമ്പോൾ എത്രത്തോളം മാറിയിട്ടുണ്ട്. അതല്ല ഈ ഇവരുടെ സ്വാധീനത്താൽ, ഈ മുതിർന്ന നേതാക്കളുടെ സ്വാധീനത്താൽ ഈ യുവജന സംഘടനകൾ എത്രത്തോളം നന്നായിക്കൊണ്ടിരിക്കുന്നു. ഈ ഇപ്പോൾ വയനാട്ടിൽ തന്നെ പിന്നെ വെറ്ററിനറി കോളേജിൽ അവിടെ ഉണ്ടാകുന്ന ഈ മർദ്ദനത്തെ നേതൃത്വം കൊടുത്ത ആ ഒരുത്തൻ ഈ കുട്ടികളുടെ അടുത്ത് പറയായിരുന്നു, വെളിയിൽ പറയണേ കഴുത്ത് തൊട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ഒരു വിദ്യാർത്ഥിയായ ഒരു 10-20 ദിവസം പക്ഷെ അത് പ്രാവർത്തികമാകുമ്പോഴാണ് അതിന്റെ അല്ല അത്രയും തൻ്റെ ആയി കഴിഞ്ഞവർക്ക് ആ കുട്ടി എത്രയും ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുന്നു. അയാൾ മരിച്ചതാണോ ഇവർ കൊന്നതാണോ എന്നൊരു ഇനിയും ഉറപ്പാകാത്തൊരു സാഹചര്യം. സിദ്ധാർത്ഥൻ മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീഷണി. കാരണം പുറം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടെ ആയിരിക്കും. ഇത്തരത്തിൽ തന്നെ ആവർത്തിച്ചു പോകും. ഇപ്പം പറയില്ലേ, ഇപ്പൊ അടിച്ചും ഇടിച്ചും അവരുടെ രാജാവായി തന്നെ നീളുക, അല്ലെങ്കിൽ രാജഭരണം നടത്തുക, ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം അവിടെയൊന്നും മറ്റ് സംഘടനകൾക്ക് പോലും ഒരു വാദറക്കുള്ള അവകാശമില്ലാത്ത രീതിയിലാണ് ആധിപത്യം പുലർത്തുന്നത്. നമ്മൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ പണ്ട് ഇദിയമീനൊക്കെ ഭരിക്കുന്ന കാലത്ത് അവിടെ ഇത്തരം പരിപാടിയുള്ള കാര്യം എന്ന് പറയും, ആരെങ്കിലും പറഞ്ഞാൽ അവനെ കൊണ്ട് ക്രൂരമായി ശിക്ഷിക്കുക.
ഈ വിദ്യാർത്ഥികളുമൊക്കെ ഏതാണ്ട് അതേ മാർഗത്തിലാണ് ഇവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്. വളരെ കഷ്ടമാണ് ഇക്കാര്യം. അത് നേതാക്കന്മാരും അക്കാര്യം ശ്രദ്ധിക്കണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ കേരളത്തിൽ ഇത്തവണ അവർ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾക്കും പരാതികൾക്കും നടുവിലാണ് നിൽക്കുന്നത്. എത്ര കേസ് എന്തെല്ലാം ആരോപണങ്ങൾ വന്നതാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ജനങ്ങളെ മനസ്സിൽ പിന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ നേതാക്കന്മാരുടെ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് അല്ലാത്ത സന്ദേശമാണ് നൽകുന്നത്. കാരണം ഇവിടെ ഞങ്ങളിതൊക്കെ പറയും, ചോദിക്കാനും പറയാനും ഇവിടെ ആരുണ്ടെന്ന് കാണട്ടെ എന്ന രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇതിനിപ്പം ഇപ്പോൾ ഒരു നടപടി എടുക്കാൻ പോയാലും അതിന് തന്നെ അറിയാലോ, അദ്ദേഹത്തിന് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് മനസ്സിലാവും, ഒരു നേതാവാണ്, അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പോകില്ല, അദ്ദേഹത്തിന് കൂട്ടുനിന്ന് ആർക്കും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഈ യുവജന സംഘടനകൾ, എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ SFIയിലൂടെയൊക്കെ കണ്ട് വളർന്ന് മടുത്ത് വരുന്നവരാണ് ചിലപ്പോൾ ഈ കോളേജൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ഇതൊക്കെ കണ്ട് മടുത്ത് വളർന്നവർ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇനി രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം വരുന്നത്? നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഇനി ഒരു യുവതലമുറയ്ക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അവർ മനം എടുക്കുകയാണ്. രാഷ്ട്രീയം എന്നുള്ളൊരു ഇതേ പൊതുവെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടാണ് കോളേജിനൊപ്പം അവർ വിദേശ രാജ്യങ്ങളൊക്കെ പോകുന്നതല്ല. ഈയിടയ്ക്ക് നടന്ന സംഭവം പറയണമെങ്കിൽ ഇവരെല്ലാം നിരന്തരം ചീത്ത വിളിക്കുന്ന അമേരിക്ക, മക്കളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് വേറെ കാര്യം. എങ്കിൽ പോലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രായത്തിൻ്റെ പ്രശ്നം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് അസഭ്യമായി പോയി. ദേഷ്യമെന്ന് പറഞ്ഞാണ് ഈ ഗാസയിലെ പിന്നെ എന്താണ് സാധാരണക്കാർക്കിടയിൽ ആക്രമണം നടത്തുന്നുള്ള പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതൊരു വാക്ക് വളരെ ഭീകരമായ അശ്ലീല വാക്കാണ് പറഞ്ഞത്. പക്ഷേ ബൈഡൻ ഖേദം പഠിപ്പിച്ചു പിന്നീട് അബദ്ധം പറ്റിപ്പോയതാണെന്നുള്ളത്. ഖേദം പഠിപ്പിച്ചു. കാരണം അത് ഒരിക്കലും ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ വായിൽ വരാൻ പാടില്ലാത്ത വാക്കാണ് വന്നത്. അപ്പോൾ ഇവർ നമ്മൾ ബുധനാളത്തെ രാജ്യം കുഴപ്പക്കാരന്മാരെന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയൊന്നുമല്ല, അവർ അക്കാര്യത്തിലൊക്കെ അങ്ങേറ്റം മര്യാദ പാലിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ ജനങ്ങളെ വെച്ചെന്ന് അവരെ ജനങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്ന ആൾ ഞങ്ങളങ്ങനെ വോട്ട് ചെയ്യുന്ന ചോദിക്കും. അവർക്ക് ജനങ്ങൾ അത്രയും പ്രതികരണശേഷിയുള്ളവരാണ്. ഒരു വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രി തെറ്റാര ഭാഗത്ത് ആയിരുന്നെങ്കിൽ പോലും സഭ്യഭാഷയിൽ സംസാരിക്കാൻ പാടുള്ളൂ. മാത്രമല്ല കേരളം പോലെ സംസ്ഥാനത്ത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കൃത്യമായി ഇപ്പം നമ്മൾ പറയാറില്ല, ഇപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയാൽ നമുക്കത് മനസ്സിലാവുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ലാണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തെറിവിളി പറയുമ്പോൾ അങ്ങനെയുള്ളൊരു മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ രാജ്യത്ത് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ കാണുമായിരിക്കും. നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചോദ്യം ഉരുളയ്ക്ക് ഉപ്പേരിയുള്ള ഒരു മറുപടി കിട്ടാനെടുത്താണ് ഇങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ചിലപ്പം ഈ എന്താ പറയുക ചീത്ത വിളിച്ച് മാസ് ഹീറോ ആവുക, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല, എന്തായാലും തെരഞ്ഞെടുപ്പ് ഇനി ഒരു മാസമുണ്ട് അല്ലേ, 26, ഒരു മാസത്തോളം, ഒരു മാസം ചില്ലറ ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയവും അവസ്ഥയൊക്കെ തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഒരിക്കലും ഒരു പാർട്ടിക്കും ഭൂഷണമല്ല. അത് എം എം മണിയെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകനാവാൻ പ്രായമുള്ള ഒരാളിനെ കുറിച്ചാണ് ഇത്രയും മോശമായ പരാമർശം നടത്തി. അതുപോലെ വളരെ മുതിർന്ന മറ്റൊരു നേതാവിനെ കുറിച്ച് അദ്ദേഹം വളരെ മോശമായ പരാമർശം നടത്തി. അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് പിൻവലിക്കണം. അതല്ലെങ്കിൽ പാർട്ടിയെങ്കിലും ഇടപെട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് നടത്തിയ പിന്നെ പരാമർശത്തിന് ഖേദപ്രകടനം നടത്താനെങ്കിലും തയ്യാറാകണം. അതല്ലെങ്കിൽ ഇവരൊന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നമസ്കാരം.